അങ്ങനെ പൂർണ്ണമായും കീഴടക്കിയിരിക്കുക. പത്നിയുടെ വേർപാടിൽ ദുഃഖിതനായിരുന്ന രാജേന്ദ്രസിംഹന് തന്റെ മകനെ വേണ്ടവിധം വളർത്താൻ കഴിഞ്ഞിരുന്നില്ല. അവനെ നോക്കാൻ ദാസിയായി വന്നവളായിരുന്നു ഈ പൊൻകുടി. സ്നേഹവും സൗന്ദര്യവും അറിവും അവൾക്കേറെ ഉണ്ടായിരുന്നതുകൊണ്ട് വേഗത്തിൽ തന്നെ അവൾ ചക്രവർത്തിയുടെ മനസ്സിൽ ഇടം പിടിച്ചു. മാത്രമല്ല, അവളുടെ കാര്യപ്രാപ്തിയും ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന രീതിയും കണ്ടപ്പോൾ ചക്രവർത്തിക്ക് അവളോട് വലിയ മതിപ്പായി. അത് അവർക്കിടയിൽ വലിയൊരു അടുപ്പമുണ്ടാക്കി. ഇത് ഗജേന്ദ്രസിംഹന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. സാധാരണ ഒരു ദാസിയായി വന്ന പൊൻകൊടി ചക്രവർത്തിക്ക് വരെ ഉപദേശങ്ങൾ നൽകുന്ന നിലയിലേക്ക് വളർന്നു. ചക്രവർത്തിയുടെ പിന്തുണയുണ്ടായിട്ടും അവൾ എല്ലാവരോടും വിനയത്തോടു കൂടിയാണ് പെരുമാറിയിരുന്നത്. രാജേന്ദ്രസിംഹന്റെ ജന്മദിനം വന്നപ്പോൾ അത് രാജ്യം മുഴുവൻ ആഘോഷിക്കാൻ തീരുമാനിച്ചു. പൊൻകൊടി മന്നന് വേണ്ടി ഒരു അപൂർവ സമ്മാനം കരുതിയിരുന്നു. കുടിക്കുന്നവർക്ക് വീര്യവും തേജസ്സും സൗന്ദര്യവും നൽകുന്ന ഒരു സുന്ദരമായ പാനീയം അവൾ ഹിമാലയത്തിൽ നിന്നും അവിടേക്ക് പ്രത്യേകം വരുത്തിച്ചു. 25 വർഷത്തിൽ ഒരിക്കൽ മാത്രം വിരിയുന്ന ചെമ്മലരികളിൽ നിന്ന് തയ്യാറാക്കിയ പാനീയമാണത്. അതിനെക്കുറിച്ചറിഞ്ഞ രാജേന്ദ്രസിംഹൻ പറഞ്ഞു, നിന്റെ ഈ സമ്മാനം എന്നെ വിസ്മയിപ്പിക്കുന്നു പൊൻകൊടി. അങ്ങേപ്പോലൊരു ചക്രവർത്തിയെ സേവിക്കാൻ കഴിയുന്നത് തന്നെ എന്റെ ഭാഗ്യം. അവളത് പറഞ്ഞപ്പോൾ രാജേന്ദ്രസിംഹൻ ആ ചെമ്മലർ പാനീയം പാനം ചെയ്തു. അതിന്റെ രുചിയിൽ ചക്രവർത്തി മതിമറന്നുപോയി. ഇത്രയും രുചികരമായ ഒരു പാനീയം ഞാൻ ഇതുവരെ കുടിച്ചിട്ടേയില്ല എന്ന് ചക്രവർത്തി പറഞ്ഞു തീരും മുൻപേ അദ്ദേഹത്തിന്റെ ശരീരം നീല നിറമായി മാറാൻ തുടങ്ങി. തലകറങ്ങിയും കണ്ണുകൾ ഇരുട്ടിലായും നിൽക്കാൻ കഴിയാതെ അദ്ദേഹം പൊൻകൊടിയുടെ മേൽ ചാഞ്ഞു. പക്ഷെ അവൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറി. രാജേന്ദ്രസിംഹൻ നിലത്തേക്ക് വീണു. അദ്ദേഹത്തിന്റെ വായിൽ നിന്നും നുരയും പതയും വരാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തെ നോക്കി പൊൻകൊടി പരിഹാസത്തോടെ പറഞ്ഞു, അങ്ങ് സന്തോഷത്തോടെ യാത്രയായിക്കോളൂ. ഇന്ന് എന്റെ ദിനമാണ്. എന്റെ നാഗവംശം മുഴുവൻ അഭിമാനിക്കും. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ രാജേന്ദ്രസിംഹന് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു. വർഷങ്ങൾക്ക് മുമ്പ് നാഗവംശവുമായി നടന്ന യുദ്ധത്തിൽ ശത്രുക്കളെ തകർത്തെറിഞ്ഞത് രാജേന്ദ്രസിംഹനായിരുന്നു. നാഗത്തലവൻ നാഗവേന്ദ്രന്റെ ശിരസ് ഒറ്റവെട്ടിന് അദ്ദേഹം അറുത്തുമാറ്റി ആ വംശത്തെ തന്നെ ഇല്ലാതാക്കിയിരുന്നു. അന്ന് ആ കാഴ്ച ഒളിഞ്ഞു നിന്ന് കണ്ട നാഗവേന്ദ്രന്റെ മകളായ പൊൻകൊടിയുടെ കണ്ണുകളിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട സങ്കടത്തെക്കാൾ ഉപരി രാജേന്ദ്രസിംഹനെ എന്നെങ്കിലും വധിക്കുമെന്ന പകയാണ് കത്തിയെരിഞ്ഞത്. എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നാലും നിന്റെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും രാജേന്ദ്രസിംഹ. നാഗവംശത്തിനു മേൽ സത്യം. ആ സമയത്താണ് ഗജേന്ദ്രസിംഹൻ അവിടേക്ക് എത്തിയത്. അവനെ കണ്ടപ്പോൾ ചക്രവർത്തിക്ക് ചെറിയൊരു പ്രതീക്ഷ തോന്നി. എന്നാൽ പൊൻകൊടി ഒട്ടും പതറാതെ ഗജേന്ദ്രസിംഹനെ പുണർന്നപ്പോൾ രാജേന്ദ്രസിംഹന് തന്റെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നതായി തോന്നി. അദ്ദേഹത്തിനെല്ലാം മനസ്സിലായി. അപ്പോൾ പൊൻകൊടിയെ നോക്കി ഗജേന്ദ്രസിംഹൻ പറഞ്ഞു, ഒരു പെണ്ണ് ശ്രമിച്ചാൽ ഒരു സാമ്രാജ്യത്തെ സൃഷ്ടിച്ചെടുക്കാനും കഴിയും, നശിപ്പിക്കാനും കഴിയും. നീ എന്നെ രാജാവാക്കി എന്ന് പറഞ്ഞവൻ പൊട്ടിച്ചിരിച്ചപ്പോൾ കണ്ണിമയ്ക്കുന്ന നേരത്തിനുള്ളിൽ പൊൻകൊടിയുടെ ശിരസ് അറ്റുമാറി കൊട്ടാരത്തിന് പുറത്തേക്ക് തെറിച്ചു. പാമ്പിന് പാലൂട്ടരുതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അഴകെത്രയുണ്ടെങ്കിലും അടിമ എന്നും അടിമ തന്നെയാണ്. മറുഭാഗത്ത് തന്റെ 14-ാം വയസ്സിൽ തന്നെ അത്യപൂർവമായ മൂലാധാര ശക്തി കൈവരിച്ച വിവരം തന്റെ പിതാവിനെ അറിയിക്കാൻ രാജേന്ദ്രസിംഹന്റെ മകൻ വീരസിംഹൻ ആവേശത്തോടെ ഓടിവരികയായിരുന്നു. അവന്റെ വരവ് കണ്ട ഗജേന്ദ്രൻ അവിടെ നിന്നും മാറി. അവന്റെ കൽപ്പന പ്രകാരം പൊൻകൊടിയുടെ ശരീരം ഒളിപ്പിച്ചു. തന്റെ പിതാവ് നിലത്ത് വീണ് കിടക്കുന്നത് കണ്ട് വീരസിംഹൻ തകർന്നുപോയി. വീരസിംഹൻ ഓടിച്ചെന്ന് തന്റെ പിതാവിനെ മടിയിലേക്ക് എടുത്തു കിടത്തി. മരിക്കുന്നതിനു മുമ്പ് രാജേന്ദ്രസിംഹൻ താൻ കാത്തുസൂക്ഷിച്ചിരുന്ന ഒരു രഹസ്യഗ്രന്ഥം മകന് നൽകി. ഇത് കാത്തു സൂക്ഷിക്കുക. ആവശ്യ സമയത്ത് ഇത് നിന്നെ സഹായിക്കും. എങ്ങനെയെങ്കിലും നിന്റെ സഹോദരി ദേവവല്ലിയെ നീ രക്ഷിക്കണം വീരസിംഹ. അദ്ദേഹം പറഞ്ഞു തീർക്കുന്നതിന് മുൻപേ ആ ജീവൻ വെടിഞ്ഞു. സഹിക്കവയ്യാതെ വീരസിംഹൻ അലറിക്കരഞ്ഞു. അടുത്ത നിമിഷം 50ഓളം പടയാളികളുമായി എത്തിയ ഗജേന്ദ്രൻ അവനെ നോക്കി പറഞ്ഞു, അപ്പോഴേക്കും നിനക്ക് അധികാരമോഹം ജനിച്ചുവല്ലേ? അതിനുവേണ്ടി സ്വന്തം പിതാവിനെ നീ കൊന്നുകളഞ്ഞില്ലേ? എന്നവൻ ചോദിച്ചപ്പോൾ ഒന്നും മനസ്സിലാകാതെ നിന്ന വീരസിംഹനെ പടയാളികൾ ബന്ധനസ്ഥനാക്കി. ഉടൻ തന്നെ അവന് വധശിക്ഷ നൽകണമെന്ന് മന്ത്രിമാർ ആവശ്യപ്പെട്ടു. അപ്പോൾ അവിടെയുണ്ടായിരുന്ന പണ്ഡിതൻ പറഞ്ഞു, കുറ്റവാളിക്കിനിയും 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വധശിക്ഷ കൊടുക്കുവാൻ സാധിക്കില്ല. ഈ ഒരവസ്ഥയിൽ തിരുത്തൽ തടങ്കലിൽ പാർപ്പിക്കുവാനേ നിയമം അനുവദിക്കുന്നുള്ളൂ. മാത്രമല്ല, യുവരാജാവിനെ വധിച്ചാൽ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധമുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഭരണകൂടത്തിനതൊരു ഭീഷണിയായിരിക്കും. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ മന്ത്രിമാർ അംഗീകരിക്കുകയും ഗജേന്ദ്രസിംഹനെ പുതിയ രാജാവായി വാഴിക്കുകയും ചെയ്തു. അങ്ങനെ വീരസിംഹനെ തടവിലാക്കി. വീരസിംഹൻ മരിക്കാത്തത് ഗജേന്ദ്രന് വലിയ നിരാശയായിരുന്നു. തടവറയിൽ വെച്ച് അവനെ എങ്ങനെയും കൊല്ലണമെന്ന് അവൻ ചിന്തിച്ചു. കൂടാതെ അവന്റെ സഹോദരി വേദവല്ലിയെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. അവനെ കാരാഗൃഹത്തിൽ വെച്ച് തന്നെ കൊലപ്പെടുത്താൻ പല പദ്ധതികളും മെനഞ്ഞു. ഓരോ ദിവസവും പുതിയ വഴികളിലൂടെ അവനെ വധിക്കാൻ ഗജേന്ദ്രൻ ശ്രമിച്ചു. അവനെ പാർപ്പിച്ചിരുന്ന തടവറയിലേക്ക് ആയിരക്കണക്കിന് വിഷപ്പാമ്പുകളെ തുറന്നുവിട്ടു. എന്നാൽ ആ പാമ്പുകൾ വീരസിംഹനെ കടിച്ചെങ്കിലും അവനൊന്നും സംഭവിച്ചില്ല. പകരം പാമ്പുകൾ ചത്തുവീണു. ശരി, അവന്റെ പിതാവിന് കൊടുത്ത വിഷത്തിൽ കുറച്ച് ബാക്കിയിരിക്കുന്നില്ലേ? അത് അവന്റെ ഭക്ഷണത്തിൽ കലർത്തി കൊടുക്ക. വീരസിംഹൻ അത് കഴിക്കുകയും ചെയ്തു.
അവന്റെ കഥ കഴിഞ്ഞു എന്ന് പടയാളികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിച്ച ഉടൻ തന്നെ വീരസിംഹൻ അതെല്ലാം ഛർദ്ദിച്ചു കളഞ്ഞു. ഒരു തുള്ളി വിഷം പോലും അവന്റെ ഉള്ളിൽ തങ്ങിയില്ല. ഇത് കേട്ട് ഗജേന്ദ്രസിംഹൻ ഞെട്ടിത്തരിച്ചുപോയി. എന്താണ് ഈ കേൾക്കുന്നത്? 4 വർഷം പരമാവധി പരിശ്രമിച്ചു, എന്നിട്ടും വീരസിംഹൻ ജീവനോടെ ഇരിക്കുന്നത് എങ്ങനെ? അടക്കാനാവാത്ത കോപത്താൽ ഗജേന്ദ്രസിംഹൻ തന്റെ സിംഹാസനത്തെ ആഞ്ഞൊന്ന് ചവിട്ടി. അത് ദൂരേക്ക് തെറിച്ചു വീണ് തകർന്നുപോയി. ആദിപരാശക്തിയുടെ പോരാളികളും 5 പടനായകന്മാരും നോക്കി നിൽക്കെ കൊട്ടാരം മുഴുവൻ അവന്റെ ക്രോധം അലയടിച്ചു. അപ്പോൾ ഗജേന്ദ്രന്റെ മകൻ ഇളയസിംഹൻ അങ്ങോട്ട് വന്നു. അച്ഛാ, അങ്ങിങ്ങനെ ശോഭിക്കുന്നത് എന്തിനാണ്? ആ വീരസിംഹനെ മരണ പോരാട്ടത്തിൽ ഞാൻ വധിച്ചോളാം. അവൻ ഇത്രയും കാലം കാത്തിരുന്നത് എന്റെ കൈകൊണ്ട് മരിക്കാൻ വേണ്ടിയാകും. മരണപ്പോരാട്ടം എന്ന വാക്ക് കേട്ടതും ഗജേന്ദ്രന്റെ മുഖത്ത് ക്രൂരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഒരിക്കൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും നാടായിരുന്നു സുന്ദരദേശം. ഗജേന്ദ്രനും നരേന്ദ്രനും അധികാരത്തിൽ വന്നതോടെ അവിടം നരകതുല്യമായി മാറി. അവർ ഇരുവരും ഉല്ലാസങ്ങളിൽ മുഴുകി ജീവിതം മുന്നോട്ട് നയിച്ചപ്പോൾ രാജ്യത്ത് അക്രമവും ചൂതാട്ടവും വർദ്ധിച്ചു. അവിടെയുണ്ടായിരുന്ന കാരാഗൃഹത്തിലെ ദുർബലരായ തടവുകാരെ പൊതുമധ്യത്തിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തുന്നത് രാജകുടുംബം വിനോദമാക്കി മാറ്റി. അത് കാണാൻ ആളുകൾ തടിച്ചുകൂടിയപ്പോൾ അതിനായി ഒരു വലിയ മൈതാനം തന്നെ നിർമ്മിക്കപ്പെട്ടു. അവിടെ വെച്ച് തടവുകാരെ കൊല്ലുന്നത് ഒരു മത്സരമായി മാറി. ആ വിനോദത്തെ അവർ മരണപ്പോരാട്ടം എന്ന് പേരിട്ട് വിളിച്ചു. 4 വർഷങ്ങളോളം വീരസിംഹൻ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചു. രാജവംശരും പ്രഭുക്കന്മാരും അങ്ങനെ മറ്റു പലരും തങ്ങളുടെ ആയുധാഭ്യാസത്തിനായി വീരസിംഹനെ ചെന്നായെപ്പോലെ വേട്ടയാടി ക്രൂരമായി പീഡിപ്പിച്ചു പോന്നു. അന്നപാനീയങ്ങളോ ഔഷധമോ പോലും ലഭിക്കാതെ ആ വീരപുത്രൻ ചൈതന്യം നശിച്ച് അതീവ ദുർബലനായി തീർന്നു. ഒടുവിൽ വീരസിംഹന് 18 വയസ്സ് തികഞ്ഞു. എന്തൊക്കെയുണ്ട് യുവരാജാവേ, കാരാഗ്രഹത്തിലെ വാസം സുഖപ്രദം തന്നെയല്ലേ? ഒരുപാട് കാത്തിരുന്ന് 18 വയസ്സ് തികഞ്ഞ ദിവസമല്ലേ ഇന്ന്? അതിനൊരാശംസ അറിയിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാണ് ഞാൻ. നമ്മുടെ നിയമങ്ങൾ അനുസരിച്ച് 18 വയസ്സ് തികഞ്ഞ നീ നാളെ മരണപ്പോരാട്ടത്തിൽ പങ്കെടുക്കേണ്ടി വരും. എന്റെ മകൻ ഇളയസിംഹനോട് എതിർത്ത് നീ നിന്റെ പോരാട്ട വീര്യം കാണിക്ക്. തയ്യാറായിക്കോളൂ. നിന്റെ പ്രിയപ്പെട്ട സഹോദരിയും നാളെ ആദിശക്തി ആശ്രമത്തിൽ വെച്ച് വധിക്കപ്പെടാൻ പോവുകയാണ്. അതുകൂടി കേട്ടപ്പോൾ വീരസിംഹൻ നടുങ്ങിപ്പോയി. ശക്തിയില്ലാത്ത വീരസിംഹന് സർവകലാവല്ലഭനായ ഇളയസിംഹനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാമായിരുന്നു. ജനങ്ങൾക്ക് സംശയം തോന്നാത്ത രീതിയിൽ വീരസിംഹനെ വധിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു ഈ മത്സരം. തന്റെ സഹോദരിയെ എങ്ങനെ രക്ഷിക്കുമെന്ന് ആലോചിച്ച് അവൻ വല്ലാതെ വ്യാകുലപ്പെട്ടു. അന്ന് രാത്രി അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്റെ നാടിനെ എനിക്ക് വീണ്ടെടുക്കണം. എന്റെ അച്ഛന് ഞാൻ കൊടുത്ത വാക്ക് തീർച്ചയായും എനിക്ക് പാലിക്കണം. എന്റെ സഹോദരിയെ എനിക്ക് രക്ഷിക്കണം. പക്ഷെ ഞാനിതെല്ലാം എങ്ങനെയാണ് സാധിച്ചെടുക്കുക? അതും പറഞ്ഞവൻ തടവറയിൽ കിടന്നലറി. അപ്പോൾ പിതാവ് നൽകിയ ആ അത്ഭുത ഗ്രന്ഥം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവനത് വീണ്ടും വായിക്കാൻ ശ്രമിച്ചു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവന് അതിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനായില്ല. നേരത്തെ പലവട്ടം ഇത് വായിച്ചിട്ടുള്ളതാണ്. എങ്കിലും അതിലെ നിഗൂഢതകൾ അവൻ അപ്രാപ്യമായിരുന്നു. അങ്ങനെ ദേഷ്യം വന്ന വീരസിംഹൻ ആ പുസ്തകം വലിച്ചു കീറി തടവറയിലെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അടുത്ത നിമിഷം തന്നെ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ആ ഗ്രന്ഥം സ്വർണലിപികളായി മാറി അന്തരീക്ഷത്തിൽ ചിതറി. ആ സ്വർണരശ്മികൾ വീരസിംഹന്റെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങി. അവൻ സ്തംഭിച്ചു നിന്നുപോയി. ആ രശ്മികൾ അവന്റെ ശരീരത്തെ താപം കൊണ്ട് മൂടി. ചൂട് സഹിക്കാൻ കഴിയാതെ അവൻ പിടഞ്ഞപ്പോൾ നാഗസർപ്പങ്ങൾ അവനെ ചുറ്റിവരിഞ്ഞു. ആ നിമിഷം ഒരു ദിവ്യമായ ധവളപ്രഭ അവന്റെ മേൽ പടർന്നു കയറി വീരസിംഹന്റെ ദേഹമാകെ വ്യാപിച്ചു. പെട്ടെന്ന് ആ ധവള ധൂമങ്ങൾക്കിടയിൽ നിന്നും ആജാനുബാഹുവായ നാഗർഷി പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം അവനോട് പറഞ്ഞു, ഞാൻ നിർദ്ദേശിക്കുന്നത് നീ കേൾക്കാൻ തയ്യാറായാൽ നാളത്തെ മരണപ്പോരാട്ടത്തിൽ ഇളയസിംഹനെ നിനക്ക് തോൽപ്പിക്കാം. നിന്റെ സഹോദരിയെ രക്ഷിക്കാം. ഈ സാമ്രാജ്യം നിനക്ക് വീണ്ടെടുക്കാം. അത് കേട്ടപ്പോൾ വീരസിംഹൻ ചോദിച്ചു, അങ്ങ് ആരാണ്? എന്നെ അങ്ങേക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് പറയൂ. ആദ്യം നിനക്ക് നിന്റെ ജനന രഹസ്യം പറഞ്ഞു തരാം. നിന്റെ മാതാവ് ഗർഭിണിയായിരുന്ന കാലം, നീയും നിന്റെ സഹോദരിയും ജനിക്കാൻ 2 ദിവസം ബാക്കി നിൽക്കെ കന്യാദ്വീപിൽ ദർശനത്തിന് പോയ നിന്റെ മാതാവിനെ ഗർഭിണിയാണെന്നുള്ള പരിഗണന പോലും നൽകാതെ നടുക്കടലിൽ വച്ച് വിഷം കൊടുത്ത് നിന്റെ പിതൃസഹോദരൻ ഗജേന്ദ്രസിംഹൻ കൊലപ്പെടുത്തുകയായിരുന്നു. കൊടുങ്കാറ്റിൽ വള്ളം മറിഞ്ഞുവെന്നും അങ്ങനെ മഹാറാണിയെ കാണാതായെന്നും ഗജേന്ദ്രൻ എല്ലാവരെയും വിശ്വസിപ്പിച്ചു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. കടലിൽ മുങ്ങിയ നിന്നെയും നിന്റെ സഹോദരിയെയും കാവൽ ദൈവമായ ഭീമൻ തിമിംഗലം ജീവനോടെ കരക്കെത്തിച്ചു. പക്ഷെ നിന്റെ മാതാവിനെ മാത്രം കണ്ടെത്താനായില്ല. നാഗഋഷി തന്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തിയപ്പോൾ ആദ്യമായി അത് കേട്ട വീരസിംഹൻ നടുക്കത്താൽ സ്തബ്ധനായി നിന്നുപോയി. തന്റെ പിതാവിനെ മാത്രമല്ല മാതാവിനെയും വധിച്ചത് ആ നരാധവനാണെന്നറിഞ്ഞപ്പോൾ അവന്റെ രക്തം തിളച്ചു. തന്റെ മാതാവിനോട് ചെയ്ത ക്രൂരതകൾ കേട്ടപ്പോൾ വീരസിംഹൻ കോപത്തോടെ പറഞ്ഞു, അങ്ങ് എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തയ്യാറാ. എനിക്ക് അവനെ ഇല്ലാതാക്കിയേ പറ്റൂ. കോപത്താൽ അവന്റെ കണ്ണുകൾ ചുവന്നു തുടുത്തു. അപ്പോൾ നാഗർഷി
അവനോടൊരു കാര്യം പറഞ്ഞു. അത് കേട്ട വീരസിംഹൻ തകർന്നു പോയി. സത്യമായും എനിക്കത് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞവൻ ആ തടവറ കുലുങ്ങും വിധം അലറി. അപ്പോൾ അവിടെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു മർമ്മപ്രധാനമായ സംഭവം നടന്നു. അതറിഞ്ഞ് സുന്ദരദേശം മുഴുവനും സ്തംഭിച്ചുപോയി. എന്തുകൊണ്ടായിരിക്കും ആ ദേശം സ്തംഭിച്ചു പോയത്? അവിടെ നടന്ന ആ നിഗൂഢ സംഭവം എന്താണ്? പ്രതികാരദാഹിയായ വീരസിംഹൻ എന്തിനാണത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചത്? നാഗർഷി പറഞ്ഞ ആ രഹസ്യം എന്താണ്? തന്റെ മാതാപിതാക്കളെ കൊന്ന ഗജേന്ദ്രസിംഹനോട് വീരസിംഹൻ എന്തു ചെയ്യും? വീരസിംഹൻ മത്സരത്തിൽ പങ്കെടുത്ത് ഇളയ സിംഹനെ തോൽപ്പിക്കുമോ? സുന്ദരദേശത്തെ അവൻ വീണ്ടെടുക്കുമോ? അവൻ മത്സരത്തിൽ പങ്കെടുക്കുമോ? വീരസിംഹന്റെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്? ആ അത്ഭുത ഗ്രന്ഥം, വർണ്ണാഭമായ നാഗസർപ്പങ്ങൾ, കുള്ളനായ അഘോരി. ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ആവേശകരമായ ഈ കഥയറിയാൻ ഉടൻ തന്നെ പോക്കറ്റ് FM ഡൗൺലോഡ് ചെയ്യൂ. മലയാളികളേവരും നെഞ്ചിലേറ്റിയ ഈ മഹാകാവ്യം സൗജന്യമായി കേൾക്കൂ.